യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിൽ 1 മുതൽ യേശു ഗലീലയിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ യൂദയായിൽ നിന്ന് സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. യഹൂദരുടെ കൂടാരത്തിരുന്നാൾ സമീപിച്ചിരുന്നു. അവന്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു, നീ ചെയ്യുന്ന പ്രവർത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യൂദയായിലേക്ക് പോവുക. പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല. നീ ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ നിന്നെ ലോകത്തിന് വെളിപ്പെടുത്തുക. കേട്ടി നല്ല ഉപദേശം പോലെ തോന്നും. പക്ഷേ ഈ അടുത്ത വചനം പറയാം, അവന്റെ സഹോദരന്മാർ പോലും അവൻ വിശ്വസിച്ചിരുന്നില്ല. പറയാണത് അവന്റെ സഹോദരന്മാർ പോലും അവൻ വിശ്വസിച്ചിരുന്നു. വചനത്തെ വിശ്വസിക്കില്ല, ആരും വിശ്വസിക്കില്ല. വിശ്വസിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ലോകത്തുള്ളത് ദൈവവചനമാണ്. പക്ഷെ അത് വിശ്വസിക്കുന്നവൻ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്യും. എന്തുകൊണ്ട് ബൈബിളിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ആൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വിശ്വസിക്കാൻ വേണ്ടി, അവന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം. അങ്ങനെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ബൈബിള് പറഞ്ഞു പഠിപ്പിക്കുക. അത് കൃപയാണ്. വിശ്വാസം ദൈവം തരുന്നൊരു ദാനമല്ലേ. അപ്പം നിങ്ങൾ സുവിശേഷ പ്രഘോഷണത്തിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ പ്രിയപ്പെട്ടവർ, നിങ്ങൾ സ്നേഹിക്കുന്നവരൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഇട്ടിച്ചു പോകും, നിങ്ങൾ വിമർശിക്കപ്പെടും, നിങ്ങളെ മറ്റുള്ളവർ ചെറുതാക്കും. യോഹന്നാൻ 8:47 ഈശോ പറയും, ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിന്റെ വാക്ക് ശ്രവിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല, അതുകൊണ്ട് നിങ്ങൾ അവ ശ്രവിക്കുന്നില്ല. കർത്താവിന്റെ വചനം ശ്രവിക്കണം, സ്വീകരിക്കുന്നത് നിങ്ങൾ ദൈവത്തിനുള്ളവരായുണ്ട്. ചിലർ സ്വീകരിക്കത്തില്ല, അവൻ പറ്റത്തില്ല. 2 പറഞ്ഞു ഹല്ലേലൂയ. വീണ്ടും വചനം പറയും യോഹന്നാൻ 8:43, ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല? എൻ്റെ വചനം ശ്രവിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെ. ഹല്ലേലൂയ. ആ കഴിവ് ദൈവത്തിന്റെ കൃപയാണത്. അതാണ് യോഹന്നാൻ 6:44, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ ഈ വചനത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ദൈവ പിതാവ് അനുവദിക്കണമെങ്കിൽ ഈ രഹസ്യങ്ങളും ദൈവിക ജ്ഞാനവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് മറ്റുള്ളവർക്ക് അത് മനസ്സിലാകുന്ന. ഹല്ലേലൂയ. അതാണ് ലൂക്ക 8:10-11 പറയും, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്, മറ്റുള്ളവർക്കാകട്ടെ അത് ഉപമകളിലൂടെ നൽകപ്പെടുന്നു. മറ്റുള്ളവർക്ക് ഉപമയെ കിട്ടുന്നുള്ളൂ. വചനം കിട്ടണം. വചനം കിട്ടണമെങ്കിൽ അത് കൃപയുള്ളവർക്ക്, അത് എളിമയും വിശുദ്ധികൾക്ക് വചനം കിട്ടും. യോഹന്നാൻ 6:60 കാണാൻ പറ്റും, ഈ വചനം കഠിനമാണ്, ആർക്ക് വിശ്വസിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന കുറേ പേര് ഈശോ ഇട്ടേച്ച് പോകുന്നുണ്ട്. അപ്പോഴാണ് 6:65, 66, 67, 67, 68 വചനത്തിൽ പത്രോസ്ലീഹ പറയുന്നത്, ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്നിലാണുള്ളത്, നീ സത്യമായും ദൈവത്തെ നയിക്കപ്പെട്ടവനാണെന്ന് പറയുകയാണ്. ജീവന്റെ വചനം തിരിച്ചറിയാം. അത് പത്രോസിന് മനസ്സിലായി. പത്രോസിന് കൃപയുണ്ട്, അവിടെ ആ വചനം മനസ്സിലാകുന്നുണ്ട്. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട് അവനോട്. അതാണ് മത്തായിയുടെ സുവിശേഷം 16 വചനത്തിൽ അവിടെ പറയുന്നുണ്ട്. 16-17 വചനത്തിൽ പറയും, പത്രോസിനെ വിളിച്ചു പറഞ്ഞ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഉടനെ ഈശോ പറഞ്ഞു, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്. ആ വചനം അവന് വെളിപ്പെട്ടു കൊടുത്തു.